ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് കേട്ടോ. അത് വേറെ എങ്ങുമല്ല, എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഒരുങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് വിമൽ ചേട്ടൻ്റെ വണ്ടിക്കാണ്. നിമോച്ചേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അമ്പുക്കുട്ടനും കല്ലും ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വാശി നിർബന്ധമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കല്ലുവിനും അമ്പൂനൊക്കെ ഒരേ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. കല്ലുമോക്ക് ഉറക്കം വന്നിട്ടുണ്ട്. എന്നാലും ഉറങ്ങിയൊന്നുമില്ല ആൾ. കുറച്ച് നേരം ഒന്ന് മയങ്ങിയിട്ട് എഴുന്നേറ്റായിരുന്നു. പിന്നെ നമ്മൾ യാത്ര അങ്ങനെ തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി. ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ കല്ലുമോൾ ചെറിയൊരു വാശിയൊക്കെ കാണിച്ചത് കൊണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ എയർപോർട്ടിലോട്ട് പോകണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മ നാട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അങ്ങനെ പോകാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ചെറിയ ഒരു ഷോർട്ട് കട്ട് വഴിയൊക്കെ കൂടി അങ്ങനെ പോയി. അപ്പോൾ വിമൽ ചേട്ടന് എന്താ ഞങ്ങൾ സ്ഥിരം വിളിക്കുന്നത്. അപ്പോൾ വിമൽ ചേട്ടൻ എന്തായാലും ഞങ്ങളെ കറക്റ്റായിട്ട് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊണ്ടു നിർത്തി അവിടെ കുറച്ച് നേരം. പിന്നെ എനിക്ക് സത്യത്തിൽ ഈ കാറിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴേ കുറച്ച് നേരം ആ AC ഇതൊക്കെ കൊള്ളുമ്പോൾ തലയ്ക്കൊരു തലവേദനയും തലയ്ക്കൊരു മന്നിപ്പ് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ എൻ്റെ അനക്കമൊന്നും ഇല്ലാണ്ടാകുമ്പോൾ വിമൽ ചേട്ടന് അറിയാം ഇങ്ങനെ സംഭവം ഇതുകൊണ്ടാണെന്ന്. അപ്പോൾ നമുക്കൊന്ന് കാറിൽ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ നിർത്തിയതാണ്. പിന്നെ അമ്മയുടെ ഫ്ലൈറ്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ എന്നും കൂടി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു ഫ്ലൈറ്റ് പോവുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇത് തിരിച്ച് വരുന്ന ഒരു ഇതായിരിക്കുമെന്ന്. പക്ഷേ ഇത് പോകുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ആ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കണ്ടു. പിന്നെ അമ്പുക്കുട്ടനെയും അച്ചുവിനെയും ഇത്ര അടുത്തായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഫ്ലൈറ്റ് പോകുന്നത്. അപ്പോൾ അവരെയും ഒന്ന് കാണിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അമ്മയുടെ ഫ്ലൈറ്റ് വന്ന് അമ്മയുടെ കോള് വന്നെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ എയർപോർട്ടിലോട്ട് പോയിട്ടാണ് വണ്ടിയിൽ കയറി. അപ്പോൾ അമ്പുക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായ ഒരു നിർബന്ധവും വാശിയും എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ നിമോച്ചനെയും അമ്പൂനെയും കൂടി ഞാൻ ഫ്രണ്ടിലോട്ട് വിട്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അച്ചുക്കുട്ടനെ എൻ്റെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കാറിൽ കയറി എയർപോർട്ടിലോട്ട് പോവാണ്. അങ്ങനെ എയർപോർട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. നമ്മളുടെ ടൈം വൈകുന്നേരം ആയതുകൊണ്ട് സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലോക്കൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ അമ്പുക്കുട്ടന് അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിലും കൂടിയാണ് ഇരിക്കുന്നത് ആൾ. അപ്പോൾ അമ്മ അങ്ങനെ വന്നെന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ അമ്പുക്കുട്ടനും അച്ചുവും കൂടി. അങ്ങനെ അവരുടെ ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയാതെ കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിലിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അമ്മ വരുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല, അച്ചാമ്മ വരുമല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ചുക്കുട്ടന് ഒത്തിരി സന്തോഷമായത് അച്ചുക്കുട്ടന് എക്സാം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചുക്കുട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നോക്കുവാണ്ട്. അപ്പോൾ അമ്മ എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വെയിറ്റിംഗ് ആണ് അമ്മ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മേനെ കണ്ടപ്പോഴത്തേക്കും അച്ചുക്കുട്ടനും അമ്പുക്കുട്ടനും ഓടുവാണ് കേട്ടോ. പിന്നെ അവരുടെ ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചു പോയിട്ടാണ്. അങ്ങനെ അവർ രണ്ടുപേരും അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്. അപ്പോൾ അമ്പുക്കുട്ടിന് ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു വാശിയൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മ അടുത്തോട്ടൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അമ്മ ഇന്നലെ വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അച്ചുകുട്ടിന് ഇന്നിപ്പോൾ പരീക്ഷയുണ്ട്. അപ്പോൾ ഇന്നലെ അമ്മ വന്നെങ്കിലും ഞങ്ങൾ ഇന്നലെ ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കിടന്നത് ഒത്തിരി താമസിച്ച. അപ്പോൾ എഴുന്നേറ്റത് ഇത്തിരി ലേറ്റായിപ്പോയി. പിന്നെ നമ്മുടെ ഇവിടെ ഗ്യാസ് തീർന്നിരിക്കുവാണ്. അമ്മ വന്നതിൻ്റെ തലേ ദിവസം രാവിലെ ഗ്യാസ് തീർന്നു. അപ്പോൾ പിന്നെ ഇഞ്ചക്ഷൻ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ അച്ചുക്കുട്ടനെ സ്കൂളിൽ കൊണ്ട് നിമോച്ചനെ ആക്കിയിട്ട് വന്നു. ഉച്ചയ്ക്കാണ് അച്ചുവിന് എക്സാം. പിന്നെ ഇപ്പോൾ അമ്മയും നിമോച്ചനും അമ്പാടിയും കൂടി
അമ്മയുടെ സിമ്മൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോയേക്കുന്നത്. അപ്പോൾ കല്ലുമോൾ ഇപ്പോൾ ഇതാ ഓടി നടക്കുവാണ് ഇവിടെ. ഇനി കല്ലുമോളെ ഉറക്കണം. പിന്നെ അവരെന്തായാലും വരുമ്പോഴത്തേക്കും കല്ലുവിനെ എനിക്കിതാ ഉറക്കണം. കല്ലുവിനെ ഉറക്കം വന്ന് കല്ലു ഇരിക്കുവാണ്. അപ്പം ഇനി എന്തായാലും ബാക്കിയൊക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.